ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂലൈ മന്ത് എങ്ങനെയുള്ളതാകും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മന്ത്, ഈ ഒരു മാസം ജൂലൈ മാസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില ഇൻറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില മാറ്റങ്ങളായിരിക്കാം, ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം. അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂഷൻ, ഒരു ഇൻട്രഡക്ഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ പയലോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഫയൽ റീഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ആ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നൊരു സിറ്റുവേഷനായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം, ജൂലൈ മാസം നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ജൂലൈ മന്ത് എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ജൂലൈ മാസം എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ എല്ലാം ചിന്തിക്കാനും, കൂടുതൽ ആഴത്തിൽ പഴയ കാലഘട്ടത്തിലോട്ട് പോകാനും, അതുപോലൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഇന്നർ വോയിസ്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പുതിയ പഠനങ്ങളും പുതിയ എക്സ്പീരിയൻസും പുതുതായിട്ടുണ്ടാവുന്ന ലൈഫ് സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വരുന്നത്. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫ് വലിയ ഉയർച്ചയുമില്ല, വലിയ താഴ്ചയുമില്ല, ഒരു ന്യൂട്രലായിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ മാസം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബെറ്റർ ആയിട്ടുള്ള കഴിവുകളും നിങ്ങളുടെ കർമ്മ ഹീലിങ്ങും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലുള്ള കുറച്ചധികം ബ്ലെസ്സിങ്സും നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം കാണുന്നത്. കൂടുതലും സ്പിരിച്വൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ചില ലൂപ്പിൽ നിന്നും നിങ്ങൾ മാറുന്നു, ചില ഡിസിഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു. അത് റിലേഷൻഷിപ്പിലായാലും കരിയർ റിലേറ്റഡ് ആയാലും നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യാനും മാനിഫെസ്റ്റേഷൻ ചെയ്യാനും, അതുപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നു. ചില രഹസ്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിച്ച ചില സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും, ഇപ്പം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ പണ്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊച്ചിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഒരു ഫുൾഫില്ലമെൻറ്റ് വിഷസ്, ചിലപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കാം ഒരു വീട് വയ്ക്കണം, ഒരു കാറ് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലി വാങ്ങണം എന്നൊക്കെ ഉള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ആഗ്രഹമായിരിക്കണം. അത് നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടുന്നൊരു സമയമായിരിക്കണം. അത് നിങ്ങൾ കൂടുതലും ആഗ്രഹിച്ച് പഠിച്ച് നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന വ്യക്തികളായിരിക്കണം. ബട്ട് അത് നിങ്ങളുടെ ലൈഫിലോട്ട് എത്തുകയും നിങ്ങൾ അതിനെ കൂടുതലും ആസ്വദിക്കാനും പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതൽ ആസ്വാദനം ഉണ്ടാവുന്നുണ്ട് ചില കാര്യങ്ങൾ. ചിലപ്പം ഈവൻ ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് പോകുന്നതായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് എല്ലാത്തിനും നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വേണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനേക്കോ ഡിപ്പെൻഡ് ചെയ്തിരുന്ന വ്യക്തികൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന, ഡിസിഷൻ എടുക്കുന്ന, പഠിക്കുന്ന, അനുഭവങ്ങൾ കൊണ്ട് പഠിച്ച് അതിലോട്ട് എത്തുന്നൊരു സിറ്റുവേഷൻ. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ആയതിന് ആ ഒരു വ്യക്തിയിൽ മാത്രം ഡിപ്പെൻഡഡ് ആയിപ്പോയി. നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഒരാളുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിങ്ങൾ പുറത്തായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ
പഠിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ ഇതിനെല്ലാവരും നിങ്ങൾ ഡിപ്പെൻഡഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും. നിങ്ങൾ ഡിപ്പെൻഡൻസി മാറ്റിയതിന് ശേഷം നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുന്ന ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ആക്ഷൻ എടുക്കും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടൊരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ചില കുട്ടികളെ അല്ലെങ്കിൽ ചില ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടുകയാണ്. ഈവൻ നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞ ആൾക്കാരായിരിക്കും. നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പവർ, ആ വ്യക്തിയുടെ ഒരു ഓറ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുകയും ആ വ്യക്തിയിലോട്ട് നിങ്ങൾ കൂടുതലും അടുക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഡിവൈൻ മെസ്സേജായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യന്ത്രം കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ പരമായിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് പരമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ കുറേ ബ്ലെസ്സിങ്സ് കിട്ടും. അത് നിങ്ങളുടെ ജീൻ പരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയോ ഗിഫ്റ്റുകളാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ പരമായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുകയും അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മുന്നേറി കുറേയധികം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചില ലൂപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുകയും ആ ഒരു ലൂപ്പ് നിങ്ങൾ ഇറങ്ങിയതിൻ്റെ പക്ഷം നിങ്ങളുടെ ലൈഫിൽ നിന്നും കുറേയധികം ആൾക്കാർ വിഷമിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ പേരിൽ, അതായത് നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ട് നിന്നൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയതിന് ശേഷം ആ വ്യക്തി ഭയങ്കരമായിട്ടും പെയിനായി നിന്നതിന് ശേഷം അങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് റിട്ടേൺ വരാനായിട്ടും കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, പേഷ്യൻസ് ഉണ്ടാകുന്നുണ്ട്. ദേഷ്യം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ലൈഫിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ബാലൻസ്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, ഈ സമയം നിങ്ങളെ സംബന്ധിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു മന്ത് ജൂലൈ മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രോപ്പറായിട്ടുള്ള വേയിലുള്ള കരിയർ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കരിയർ സംബന്ധമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇന്ന് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ടും പണിയാൻ നിൽക്കുന്ന, നിങ്ങൾക്കൊരു വോയിസ് ഇല്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കി നിങ്ങളെ മാറ്റി നിർത്തുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ഈവൻ ജോലിയിലായാലും ഈ സമയം വ്യക്തമായിട്ടുള്ള ഓറ പവർ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ, അതായത് നിങ്ങളുടെ സോളിൻ്റെ വാല്യൂ, നിങ്ങൾക്കും ഒരു സോളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് കാണാൻ പറ്റും. കാരണം ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തഴഞ്ഞു നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന ജോലിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ആയിരിക്കത്തില്ല, ആഗ്രഹിച്ച സിറ്റുവേഷൻസ് ആയിരിക്കത്തില്ല, റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളെ തഴഞ്ഞു നിർത്തുന്ന ചില കാര്യങ്ങളായിരിക്കാം. ലൈഫിൽ നിങ്ങൾ ഒരിക്കലും പോകരുത് എന്ന് ആഗ്രഹിച്ച ചില സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അടിമപ്പെട്ട് പോയ ചില സിറ്റുവേഷൻസ് ആയിരിക്കും, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിച്ചു. നിങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഉപദ്രവം ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ടും കുറഞ്ഞു. നിങ്ങളുടെ പഴയ എടുത്തുചാട്ടമോ അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ ആ ഒരു ഉത്സാഹമോ കാര്യങ്ങളോ ഇല്ല. കാരണം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഫോഴ്സ്ഫുള്ളിയുള്ള കർമ്മ അതുപോലെ തന്നെ സൈക്കിക് അറ്റാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ടും ഒതുങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിലോട്ട് കയറിയതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ടും നല്ല പ്യൂറായിട്ട് നിന്ന ആ ഒരു വ്യക്തി ഒതുങ്ങി. അപ്പം ഈ ഒരു സമയത്ത് തിരിച്ച് അതേ എനർജി നിങ്ങളിലോട്ട് കയറ്റാൻ പോവുകയാണ് ഡിവൈൻ, അല്ലെങ്കിൽ അതേ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോവുകയാണ്. ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു എനർജി, ഡിവൈൻ പരമായിട്ടും ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കൂടാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വോയിസാണ്. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, നിങ്ങൾ സ്ട്രെങ്ത് ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങും, നിങ്ങളുടെ വോയിസ് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിഷൻ മറ്റുള്ളവർ ഏറ്റെടുക്കാൻ തോന്നും, നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർ മനസ്സിലാക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുതലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയത്തിലോട്ട് കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലായിരുന്നു കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആൾക്കാരും നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫയർ എനർജി ആയിട്ട് മാറുന്നുണ്ട്. വാട്ടർ സൈൻ അല്ലെങ്കിൽ എയർ സൈനിൽ നിന്നും നിങ്ങൾ സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു വലിയൊരു എനർജിയിലോട്ട് നിങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ മാറുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങൾ പഴയ ആ ഒരു ഡിപ്പെൻഡഡ് ആവുന്ന സ്വഭാവം, അല്ലെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾ ഒരു സമയം ആൾക്കാർക്ക് നല്ലത് ചെയ്ത് ബട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ബട്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വേ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട്, നിങ്ങൾ ഒരാളുടെ ഡിപ്പെൻഡഡ് ആവാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ആ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്.
യെസ്, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് വരുന്നൊരു സിറ്റുവേഷൻ, ഇവിടെ വരുന്നൊരു മേജർ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് ചില ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ചില അന്വേഷണങ്ങൾ, നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളുടെ അന്വേഷണങ്ങൾ, നിങ്ങൾ ജോലിപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, ഹെൽത്ത് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, ചില അന്വേഷണങ്ങൾ നിങ്ങൾ ഇപ്പോഴും അന്വേഷിക്കും. ചിലതിൻ്റെ സത്യം, ചിലതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ചില സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലും അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനും വിഷമമായിട്ടൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുമൊക്കെ ഇറങ്ങാൻ ഒരു ടൈമായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. യെസ്, ഈ സമയം അല്ലെങ്കിൽ എന്താ പറയുക, ജൂലൈ മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കണം. വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വ്യക്തിയായിരിക്കണം, നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ജെന്യുവിനായിട്ട് നിങ്ങളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ സ്മെല്ല്, നിങ്ങളുടെ ഓറ, നിങ്ങളുടെ എനർജിയൊക്കെ ആ വ്യക്തിയെ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ഒരു സംസാരം പോലും, ഈവൻ നിങ്ങളുടെ ഒരു ചിരി പോലും ആ വ്യക്തിയെ ഭയങ്കരമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയത്തില്ല ആ വ്യക്തി നിങ്ങളെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയത്തില്ല ആ വ്യക്തി നിങ്ങളുടെ ഡ്രസ്സിങ് രീതി ആയിരിക്കാം, നിങ്ങളുടെ സ്ട്രക്ചർ ആയിരിക്കാം, ഈവൻ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫീച്ചേഴ്സ് ആയിരിക്കാം, ഇതൊക്കെ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും എന്താ പറയുക, കെയർ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്, ചില ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് വാല്യൂ തരാൻ പറ്റുന്നുണ്ട്. ചില കംഫർട്ടായിട്ട് നിങ്ങളെ നിർത്താൻ പറ്റുന്നുണ്ട്. മേ ബി ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, കരിയർ പരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളെ കംഫർട്ടായിട്ട് നിർത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ നിൽക്കുന്ന ജെനുവിൻ ആയിട്ടായിരിക്കണം നിൽക്കേണ്ടത്, ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കണം നിൽക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ, ആ വ്യക്തി അതിൽ കടന്ന് നിങ്ങളെ പ്രണയിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി പരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലധികം ആൾക്കാർക്കും എന്താ പറയുക, നിങ്ങളുടെ ഗ്ലാമർ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങൾ ഭയങ്കര എവിടെ ചെന്ന് കഴിഞ്ഞാലും അത്രത്തോളം ഓറ പവറുള്ള ആൾക്കാരായിരിക്കണം. മേ ബി സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഓറ എനർജി ഉണ്ട്. ഈ റീഡിങ്ങിൽ കാണുന്നവർക്കും എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ഓറ കാണും. കാരണം അവർക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇൻറ്റ്യൂട്ടീവ് വേണം. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ബാക്കി എല്ലാവരും പ്രാക്ടിക്കൽ ലൈഫിൽ ജീവിക്കുന്നതുകൊണ്ട് അവർ ആ ഒരു സിറ്റുവേഷനായിട്ട് പോകും. പിന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ എനർജി, അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സ്മെല്ല്, നിങ്ങളുടെ ആകാരവടിവ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പല പെർഫ്യൂം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഇമോഷൻസ്, നിങ്ങളുടെ ഒരു ഫീലിങ്സ്, വേറൊന്നും വേണ്ട. നിങ്ങളുടെ ഒരു ചില ആംഗ്യ ഭാഷകൾ, ചില ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം നമുക്കതിന്, അല്ലെന്താ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന ചില ആകാരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അതായത് ആക്ഷൻസ് ഉണ്ട്, നമ്മൾ അറിയാണ്ട് നമ്മളെ ലൈഫിൽ നമുക്ക് ചില ആൾക്കാർക്കുണ്ട് എന്താ പറയുക, നമ്മളൊരു സൈൻ ഉണ്ടാവും നമ്മുടെ ഫേസിന്, അല്ലെങ്കിൽ നമ്മുടെ ചിരി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സൈനുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ ആ ഒരു എക്സ്പ്രഷനിലായിരിക്കും നിൽക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇഷ്ടമായിരിക്കും, ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ. ചില ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ചുമ്മാ ഉണ്ട്, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ചില എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട് എന്നായിട്ടാണ് കാണാൻ പറ്റുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച്. അത് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും വാല്യുബിൾ ആവുന്നുണ്ട് എന്നാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് വരുന്നുണ്ട്. എക്സാം, അതുപോലെ തന്നെ എന്താ പറയുക, പുതിയ ജോലി, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഡിവോഴ്സ്, അങ്ങനത്തെയൊക്കെയുള്ള കുറേയധികം സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. പഴയ കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം നിങ്ങൾ കുറച്ചും കൂടെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ബെറ്റർ ആവുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ബെറ്റർ ആവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, കരിയർ പരമായിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി, നിങ്ങൾക്ക് ഒട്ടും വയ്യാത്തൊരു എനർജി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ സമയം
കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എനർജി ഭയങ്കരമായിട്ടും സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങളെക്കാളും ബേക്കിൽ നിന്ന് അല്ലെ നിങ്ങളെക്കാട്ടിലും മുന്നിൽ നിന്ന വ്യക്തികൾ, പഠിത്തം അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പഠിത്തം അല്ലെങ്കിൽ ജോലി, കരിയർ, ബിസിനസ്, നിങ്ങളെക്കാളും മുന്നിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ മുന്നിലോട്ട് കയറാൻ വേണ്ടി തുടങ്ങിയാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും കാര്യങ്ങൾ നോക്കി മുന്നോട്ട് കയറാൻ വേണ്ടി നോക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ബിസിനസ് മേഖലകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള മേഖലകളായിരിക്കാം, ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം, സാലറി കൂട്ടി കിട്ടുന്നതായിരിക്കാം, ഇൻ്റർവ്യൂവിൽ പാസ്സാവുന്നതായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ചില ജോലി, അതേപോലെ തന്നെ എന്താ പറയുക, ഇത്രയും നാൾ നിങ്ങൾക്ക് IELTS എക്സാം അങ്ങനെയൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത വിധത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ പവർ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി നിങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നോക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം, നിങ്ങളുടെ ഗോൾസ് ആയിരിക്കണം. അപ്പം മുകളിലിരിക്കുന്ന മാനേജർ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളെ കാരണം കുറേ അധികം ആൾക്കാർ വാല്യുബിളാവും, നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് ചില ആൾക്കാർ. അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നൊരു ജോലി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ചെയ്യുന്നത്, ബട്ട് മറ്റുള്ളവരെ കണ്ട് നിങ്ങൾ അതിനെ അപ്രിസിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അത് എന്താ പറയുക, ഒരു വാല്യുബിളായിട്ടുള്ളൊരു ഒരു ലവബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ പോകുന്നുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എനർജി കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ ഫെയിം ആവുന്നുണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ നിങ്ങളെ റെക്കഗ്നൈസേഷൻ റിവാർഡ് തരുന്നുണ്ട്. പവർഫുള്ളായിട്ടാണ് കാണാൻ പറ്റുന്നത്. യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ എന്താ പറയുക, എനർജി പരമായിട്ടുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയുക, ആഹാരം, ഇതിലൊക്കെ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. ആഹാരം, അതുപോലെ തന്നെ നിങ്ങളുടെ ആകാര വടിവ്, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ മുടി, പുതിയ പുതിയ തിങ്സ് വാങ്ങൽ, പുതിയ പുതിയ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങൽ, പുതിയ നിങ്ങൾ ആഗ്രഹിച്ച ചില സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില മാജിക്കൽ പവറുകൾ, ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചില സൈക്കിക് എബിലിറ്റീസ്, ചില ആൾക്കാരിൽ നിന്നും ഉണ്ടാവുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ മനസ്സറിഞ്ഞൊരു സമയത്ത് നിന്ന് നമ്മൾ ആൾക്കാരെ അംഗീകരിച്ച് നമുക്ക് കിട്ടുന്നൊരു എനർജിയിൽ നിന്നുകൊണ്ട് നമ്മളായിട്ട് ആ എനർജി ഡൗൺ ആക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ചില കല്യാണമായിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ പോകുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരിക്കാം, നിങ്ങൾ പോകുന്ന എന്തെങ്കിലും പരിപാടിയായിരിക്കാം. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാർ നിങ്ങളെ അപ്രീസിയേഷൻ ചെയ്യും. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നൊരു വാല്യൂ, ആ ഒരു എനർജി കൂടിയതിന് ശേഷം ഡോപ്പാമിൻ എനർജിയും അഡ്രിനാലിൻ റഷും ഉണ്ടായതിന് ശേഷം അത് നിങ്ങളായിട്ട് തന്നെ കുറയ്ക്കുന്നൊരു സിറ്റുവേഷൻ, അതായത് അതിൻ്റെ പീക്ക് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളായിട്ട് തന്നെ അത് കുറയ്ക്കും. അതായത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അഹങ്കാരം കയറുകയും അത് നിങ്ങളായിട്ട് കുറയ്ക്കുന്നൊരു സിറ്റുവേഷന് വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയമായിരിക്കാം, ഈവൻ നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയമായിരിക്കും, ഈവൻ നിങ്ങൾ വെളിയിൽ ഇറങ്ങുന്ന സമയമായിരിക്കും, നിങ്ങൾക്ക് എവിടെ നിന്നൊരു എനർജി പാസ്സാവുന്നു, ആ എനർജി വെച്ച് നിങ്ങൾ ആൾക്കാർ നോക്കുന്നു, നിങ്ങൾ അവിടെ വാല്യുബിൾ ആവുന്നു, അത് നിങ്ങളത് ഡൗൺ ആക്കുന്നൊരു സിറ്റുവേഷനിലൊക്കെ എനിക്കിവിടെ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എനർജി. അപ്പം ഇത് ഡിവൈൻ മെസ്സേജ് ആയിട്ടാണ് എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവുന്നുണ്ട്. ജൂലൈ മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് പവർഫുൾ ആവുന്നുണ്ട്, ഭയങ്കര എനർജറ്റിക്കലി നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വെർഷൻ, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഡൗണിലായിരിക്കണം ഇപ്പം നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വെർഷൻ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കൂടുതലും അവേക്കനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അവേക്കനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഒരു പുനർജനി, നിങ്ങളുടെ സോള്, നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ജൂലൈ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാം, നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, നിങ്ങളുടെ കർമാസ് ഒഴിവാക്കാം, നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഡിവൈനുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് വയ്ക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നിന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ടോട്ടലി നിങ്ങളെ മാറ്റും, നിങ്ങളെ ചേഞ്ച് ആക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലും വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള അട്രാക്റ്റീവായിട്ടൊരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഭയങ്കര വാല്യുബിൾ ആവുന്നുണ്ട്. ഈ ജൂലൈ മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഞാനീ പറയുന്നത് അത്രത്തോളം ഇതായിട്ടാണ് പറയുന്നത്. കാരണം അത്രത്തോളം എനർജി നിങ്ങൾക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്, അത്രത്തോളം വാല്യുബിൾ ആവുന്നുണ്ട്. കാലചക്രം മാറിക്കിറങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം, ഈ സമയത്ത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കുറേയധികം വാല്യുബിൾ ആയിട്ടുള്ള സമയത്തോടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര
നിങ്ങളൊട്ടും ഫ്രീ ആയിരിക്കത്തില്ല. നിങ്ങൾ ഭയങ്കര ബിസി മാനായി പോകും. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ബിസിയിലോട്ട് തിരിയും. നിങ്ങൾക്ക് പറ്റാത്ത സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. ഈവൻ ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരും. പുതിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള എനർജി, പുതിയ ലൈഫ് സ്റ്റൈൽ. ഇപ്പം ഞാൻ സീരിയസ്ലി പറഞ്ഞു വെച്ചാൽ ഇത്രയും നാളെ നിങ്ങളുടെ ലൈഫിലുണ്ടായ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറിയതിന് ശേഷം പുതുതായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, പുതുതായിട്ടുള്ള പേഷ്യൻസ്, പുതുതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, പുതുതായിട്ടുള്ള ആൾക്കാർ, പുതുതായിട്ടുള്ള അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, കാലചക്രം മാറുന്നു, അല്ലെങ്കിൽ ടൈം എൻഡ് ആവുന്നു, മന്ത്ലി എൻഡ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയൊരു സമയത്തിലൂടെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ അട്രാക്റ്റഡ് ആവേണ്ട സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറേണ്ട ചില സിറ്റുവേഷൻസ്, നമ്മുടെ യുഗം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ കാണാതെ പോയ ചില കാഴ്ചകൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കിരീടം ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയുന്നില്ലേ, ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കിരീടം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാനുള്ള ചാൻസ്, നാട്ടിലോട്ട് വരാനുള്ള ചാൻസ്, അതുപോലെ തന്നെ നാട്ടിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ്, ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പഴയ കൂട്ടുകാരന്മാർ, ചില ആൾക്കാരുടെ വാല്യൂ, ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാവുന്നു. ലൈഫിൽ ചെറിയൊരു സന്തോഷം പോലും നിങ്ങൾക്ക്, ചെറിയൊരു ഇൻസിഡൻറ്റ് പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്, ചെറിയൊരു ഇൻസിഡൻറ്റ് പോലും ഭയങ്കരമായിട്ടുള്ള സന്തോഷം തരുന്നൊരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റും. ചില ആൾക്കാരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ട് വാല്യൂ. അതായത് എന്താ പറയുക, നിങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പല കാഴ്ചകൾ നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ചില കാഴ്ചയൊന്നും കാണാതെ പോകും. മേ ബി നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ബട്ട് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആ ഒരു കാര്യത്തിന് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിച്ച് കളയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണലായിട്ടുള്ള ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ഡോറ് തുറക്കുന്നുണ്ട്. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ടൈമും ഒരു മനുഷ്യൻ്റെ ഓരോ രാശി എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഓരോ എക്സ്പീരിയൻസും, ഓരോ യുഗവും, ഓരോ സമയവും, ഓരോ സിറ്റുവേഷൻസും ഓരോന്ന് പഠിപ്പിക്കുന്ന ഓരോ വ്യക്തിയും ഓരോന്ന് ലെസണാണ് നമ്മളെ സംബന്ധിച്ച്, ഓരോ ഡോറാണ്. അത് തുറന്ന് പോകുന്ന സമയത്ത് നമുക്ക് പഴയ കാര്യങ്ങളെക്കാളും പുതിയ എക്സ്പീരിയൻസ്ഡാണ് വരണം. അതായത് പണ്ട് കിട്ടിയ ഫീലിങ്സ് നമുക്ക് ചില സമയത്ത്, പണ്ട് കിട്ടിയൊരു മണം, പണ്ട് കിട്ടിയ ഒരു ഫീലിങ്സ് ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രസൻസ് കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ ആ സമയത്തോടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. ടൈം പോയതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കുറേയധികം ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അപ്പം ജൂലൈ മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്ന സമയമാണ്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയമാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളും, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഓറ എനർജിയുള്ള, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കുറേയധികം തിങ്സ്, നിങ്ങൾക്ക് കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടുന്ന ഒരു മന്തായിട്ടാണ് ജൂലൈ മാസം കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ഒന്നിനും നെഗറ്റീവ് വരരുത്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കണം. നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ്, നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും തന്ന ഡിവൈൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ, ആ ഒരു എനർജി എടുത്ത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് അച്ഛൻ അമ്മയാണ്. കണ്ണുകൊണ്ട് നേത്രദൃഷ്ടികളാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അവർ തന്ന ഫീച്ചേഴ്സിൻ്റെയും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, നന്ദി പറയണം. പ്രത്യേകിച്ച് പഞ്ചഭൂതങ്ങൾക്കും, ഡിവൈനും, അതുപോലെ തന്നെ യൂണിവേഴ്സിലും, നിങ്ങളുടെ ദൈവത്തിനും എല്ലാവർക്കും നിങ്ങളുടെ ബോഡിക്കും എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയണം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മന്തിലോട്ട് കയറുന്ന, ജൂലൈയിട്ട് കയറുന്ന സമയത്ത്, ആ ഒരു മാസത്തിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മാസത്തിനോട് നിങ്ങൾ നന്ദി പറയണം. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് വാല്യൂ തരുന്നൊരു സംഭവമാണ്. നിങ്ങൾ അതിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊന്നിന് ഭയങ്കരമായിട്ടും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ നിങ്ങൾക്കൊരു സമയമാകുമ്പം ആ യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു തരാൻ തുടങ്ങും. അത് നിങ്ങളുടെ ബോഡി ആയാലും എല്ലാം നിങ്ങൾക്ക് ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തിരിച്ചു തുടങ്ങും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയമാണ്. കുറേ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെയൊക്കെയുള്ള കുറേയധികം പ്രോഗ്രാംസ്, പുതിയ തിങ്സ്, അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാരേജ് നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാരേജ് നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോർ ഇവിടെ തുറക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ആ ഒരു വേൾഡ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ലൈഫിൽ ഒരു കൊച്ചു വേണം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. കല്യാണം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇത്ര നാൾ കല്യാണം കഴിക്കാണ്ട് നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് വീട്ടിൽ, അതായത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ അടഞ്ഞു കിടന്ന വീട്ടിലെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് പോയി ഡിപ്പെൻഡഡ് ആയിട്ട് നിന്ന് അത് മാറുന്ന ഒരു എക്സ്പീരിയൻസ്. കല്യാണം കഴിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അവിടെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. കുട്ടികൾ ഇതുവരെ ഉണ്ടാകാത്ത വ്യക്തികളാണെന്ന് ആ വ്യക്തിക്ക് ഒരു കുട്ടി കിട്ടിയിട്ട് ആ ഒരു ലൂപ്പിലോട്ട് കയറുന്ന ചില എക്സ്പീരിയൻസ്. ജോലി ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്തിട്ട് ആ ജോലിയിലോട്ട് കയറി പൈസയൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ്. അതുപോലെ തന്നെ ഇതുവരെ ഫെയിം കിട്ടേണ്ട, അല്ലെങ്കിൽ വേറെ
വേറെ എന്തെങ്കിലും ആഗ്രഹിച്ച് ലുക്കിൻ്റെ അത് ആഗ്രഹം, അങ്ങനെ അപ്പം തിങ്സിൻ്റെ ആഗ്രഹം, അപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ഓക്കെ. അത് ചില കട്ടിയുള്ള വാക്കിങ്ങനെ വരുന്ന സമയത്ത് അത് എൻ്റെ വായിൽ വരത്തുള്ളൂ, അത് പറയാനാണെങ്കിൽ ഭയങ്കര പാടുമാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട അല്ലെങ്കിൽ വരണം എന്നാഗ്രഹിക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ നരകത്തിൽ ജനിച്ചു എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷനും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളെ ചെയ്തികളും നിങ്ങളെ കർമ്മകളുമാണ് ഇതൊരു നരകമായിട്ട് മാറ്റുന്നത്. നിങ്ങൾ ചെയ്യുന്ന നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വർഗമായിട്ട് നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റും. നിങ്ങളുടെ കണ്ണിന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യണം, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂലൈ മന്ത് നിങ്ങൾക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പറയുന്ന എക്സ്പീരിയൻസിലൂടെ ഒക്കെ കുറേയധികം ആൾക്കാർ കടന്നു പോകും, കുറേയധികം ആൾക്കാർ സിറ്റുവേഷൻസ് ഇത് കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് മഴവില്ലിൻ്റെ 7 വർണ്ണവും നിങ്ങളെ കണ്ണുകളാൽ നിങ്ങൾക്ക് ദൃഷ്ടിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജൂലൈ മന്ത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പുതിയൊരു ഡോർ നിങ്ങളുടെ ലൈഫിൽ തുറക്കട്ടെ. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും വണക്കം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.